ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ മാത്രം ടീം ഇന്ത്യയെ USA ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ടീം ഇന്ത്യയാണ് മക്കളെ. യെസ്, വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം 29 റൺസിന്റെ വിജയമാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് സ്റ്റാർട്ട് ടു ദ T20 വേൾഡ് കപ്പ് ക്യാമ്പയിൻ എന്ന് തന്നെ പറയേണ്ടി വരും. ബാറ്റിംഗിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുന്നിൽ നിന്ന് നയിച്ചിരിക്കുന്നു. ബൗളിംഗിൽ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ട് മുഹമ്മദ് സിറാജും അതേ ടീം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ വമ്പൻ വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ടോസ് നഷ്ടമായിക്കൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതാണ് ടീം ഇന്ത്യക്ക്. തീർച്ചയായിട്ടും ഒരു വൺ സൈഡഡ് മാച്ച് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതും. കാരണം USA പോലൊരു ടീം, അതും ഇന്ത്യ എന്ന വൻ ശക്തിയോട് ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ സർവാധിപത്യത്തോടുകൂടി മുന്നേറുമെന്ന് നമ്മൾ കരുതിയെങ്കിൽ അവിടെ നമ്മൾക്ക് തെറ്റുകയായിരുന്നു. USA അവരുടെ ബൗളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സെറ്റ് ബൗളിംഗ് ആയിരുന്നു. ഹൗ ബ്രില്യൻലി ദേ ഗേവ് പ്രഷർ, അതിനവർക്ക് കൈയടിച്ചേ പറ്റൂ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം USAക്കെതിരെ 162 റൺസാണ് വിജയലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും. അതായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 49 പന്തിൽ 84 റൺസ് എടുത്തുകൊണ്ട് ഒരു വൺ മാൻ ഷോ അങ്ങ് നടത്തുകയായിരുന്നു. അതൊരു ഒന്നൊന്നര ഇന്നിംഗ്സ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ടീം ആകെ അടിച്ചത് 161 റൺസ്, അതിൽ പകുതിയിലധികവും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വക. അതെ, അതൊരു ഗംഭീര ഇന്നിംഗ്സ് തന്നെയായിരുന്നു. സഹതാരങ്ങളായിട്ടുള്ള മറ്റ് ബാറ്റർമാർക്ക് ആർക്കും തന്നെ വലിയൊരു ഇന്നിംഗ്സോ ഇവനൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോയിടത്ത് നിന്നാണ് സൂര്യകുമാർ യാദവിന്റെ ഈ ഒരു ഒന്നൊന്നര ഇന്നിംഗ്സ് പിറക്കുന്നതും. USAക്ക് വേണ്ടി വാൻ ഷാൽക്കിവിക്ക് നടത്തിയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമുണ്ട്, അതെടുത്തു പറയേണ്ടതാണ്. 4 ഓവറിൽ വെറും 25 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് 4 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. അതേപോലെ ഹർമീത് സിംഗും 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ശരിയാണ്, ഇന്ത്യ അടിച്ച് 161 റൺസ് എന്നുള്ളത് ചേസബിൾ ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയായിരുന്നു. അത്ര വലിയൊരു ടോട്ടൽ ഒന്നും അല്ലായിരുന്നു. പക്ഷേ USAയുടെ ബാറ്റിംഗ് കരുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ടീം ഇന്ത്യയുടെ ബോളിംഗിന് മുമ്പിൽ അവർക്കൊന്നും തന്നെ കാര്യമായി ചെയ്യാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ബോളിംഗിൽ ശരിക്കും USA വിറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ മറുപടി ബാറ്റിംഗിൽ, അതായത് ചേസിംഗിൽ ഒരു ഘട്ടത്തിൽ പോലും അവർ വിജയിക്കുമെന്നുള്ള തോന്നൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ USAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിന് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബോളർമാർക്ക് കൈയടിക്കണം. എസ്പെഷ്യലി മുഹമ്മദ് സിറാജ്. ഇന്നലെ രാവിലെ വരെ അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിന്റെ ഭാഗം പോലുമല്ലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഹർഷിത് റാണിക്ക് റീപ്ലേസ്മെന്റ് ആയി അദ്ദേഹം വരുന്നു. ഇന്ന് രാത്രിയാവട്ടെ ബുംറയ്ക്ക് ഫീവർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ 3 വിക്കറ്റിന്റെ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ട് മുഹമ്മദ് സിറാജ് ഈസ് ഓൺ ഡ്യൂട്ടി എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അർഷ്ദീപ് സിംഗും അക്സർ പട്ടേലും 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ വരുൺ ചക്രവർത്തി 1 വിക്കറ്റുമാണ് വീഴ്ത്തിയിട്ടുള്ളത്. ബോളിംഗിലും സർവാധിപത്യത്തോടുകൂടെ തന്നെയാണ് ടീം ഇന്ത്യ വിജയിച്ച് കയറിയിരിക്കുന്നതും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.